ഇവിടെ വിൻസെന്റ് നമ്മളൊരു പരിപാടിക്ക് പോകുന്നു. ആ പരിപാടി അക്രമത്തിൽ കലാശിക്കുമ്പോൾ നമുക്ക് അവിടെ പോകേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകും. അതാണ് നേരത്തെ ഇവിടെ ഷാജൻ അലക്സാണ്ടറും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമ്മൾ അതിലെ റിഗ്രറ്റ്, ഞാൻ അവിടെ എത്തിപ്പെട്ടതിൽ എനിക്ക് റിഗ്രറ്റ് തോന്നുന്നു എന്ന് സാധാരണഗതിയിൽ നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ താങ്കൾ അമേരിക്കൻ പൗരനായിരിക്കെ ഇന്ത്യൻ പതാക, താങ്കൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ ആയതുകൊണ്ട് താങ്കൾക്ക് അതിന് അവകാശമുണ്ട് എന്ന വാദം ശരി. നോക്കൂ, പക്ഷേ അവിടെ ആ ഫ്ലാഗ് ഉപയോഗിക്കപ്പെട്ടു, അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിലൊരു റിഗ്രറ്റ് വേണ്ടതല്ലേ? അതാണ് ഡൊണാൾഡ് ട്രംപ് എന്താണ് ഈ കലാപത്തിന് ശേഷവും ഡൊണാൾഡ് ട്രംപ് ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ആ നിലയിലേക്ക് താങ്കളും താഴാൻ പാടുണ്ടോ ശ്രീ വിൻസെന്റ്? എന്താണ് ഡൊണാൾഡ് ട്രംപ് എന്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്? ആ പ്രക്ഷോഭകാരികളെ, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ ഒരു ടൈറ്റിൽ വായിച്ചത് അവരെ സ്നേഹിക്കുന്നു. I love you all. I love you all. I love you all. He said I love you all. He didn't say that I love the criminals who broke into the building. He didn't say that. 1 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കത് കൃത്യമായിട്ട് നിങ്ങളിത് പ്രൂവ് ചെയ്യാൻ പറ്റും. വലിയൊരു ഹ്യൂജ് ക്രൗഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഒബാമയുടെ ഇനാഗുറേഷന് പോയതാണ്, ട്രംപിന്റെ ഇനാഗുറേഷന് പോയതാണ്. എനിക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ഒരു വ്യാപ്തി കാണുമ്പോഴത്തേക്ക് ഏതാണ്ട് നമ്പർ എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഈ 1 മില്യൺ ആൾക്കാരിൽ 50 പേര് മാക്സിമം ഈ പ്രക്ഷോഭത്തിന്, ഈ സ്ട്രഗിളിന് വന്ന ആൾക്കാരിൽ ഒരു 50 പേര് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഈ ആദ്യം ഇത് കയറിയത്, ആദ്യം ഈ ഡോർ ഓപ്പൺ ചെയ്തത് ആരാണ്, അവർക്ക് എന്തുകൊണ്ട് പോലീസ് തുറന്നു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ പുറകിൽ ആരാണുള്ളത്, ഏത് പാർട്ടിക്കാരാണ്, ആരാണെങ്കിലും. ഇനി ഇതിന്റെ പുറകിലുള്ളത് പ്രസിഡന്റ് ട്രംപ് ആണെങ്കിൽ പോലും he should be tried for whatever the utmost way it should be tried for. I have no regret to say in saying that I don't condone violence in any form. അപ്പോ ട്രംപ് ഒരിക്കലും പറയുന്നത് ഈ ഐ ലവ് യു ഓൾ എന്ന് പറഞ്ഞത് ആ കയറിപ്പോയ 50 പേരെ കുറിച്ചല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ റാലിയുടെ നേച്ചർ നിങ്ങൾക്ക് അറിയാൻ പാടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ട്രംപിനെ കുറ്റം പറയുന്നത്. ഇതൊരു വളരെ ഫൺ ഇവന്റ് ആണ് ഈ ട്രംപിന്റെ റാലികളെല്ലാം. ഒത്തിരി ഗിറ്റാറും മ്യൂസിക്കും പാട്ടും ഒക്കെ ആയിട്ട് ഞാൻ എന്തോരം കാര്യങ്ങൾ പഠിച്ചു എന്നറിയാം. എത്ര അമേരിക്കൻ ഈ പാട്രിയോട്ടിക് സോങ്സ് എത്ര, അതിന്റെ ടോണിൽ എത്ര എനിക്ക് മനസ്സിലായി എന്നറിയോ ഇതിൽ പോകാൻ തുടങ്ങി. പിന്നെ ഇറ്റ്സ് എ വെരി പാട്രിയോട്ടിക്, വെരി ഫൺ ഇവന്റ്. ഒന്ന് വന്നാലേ അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. എല്ലാവരും പല പല കോസ്റ്റ്യൂമുകൾ, 17-ാം നൂറ്റാണ്ടിലുള്ളതും 18-ാം നൂറ്റാണ്ടിലുള്ള നോക്കൂ, ക്യാപിറ്റോൾ ബിൽഡിംഗിലേക്കുള്ള ഒരു മാർച്ചില് നോക്കൂ, ക്യാപിറ്റോൾ ബിൽഡിംഗിലേക്കുള്ള ഒരു മാർച്ചില് ഒരു 10-100 പേര് ക്യാപിറ്റോൾ ബിൽഡിങ്ങിനകത്ത് കയറി നാൻസി പെലോസി ഇരിക്കുന്ന ഇടത്ത് വരെ എത്തണമെങ്കിൽ അതിനൊരു പ്രീ പ്ലാനിങ് ഇല്ല. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ആര് വിശ്വസിക്കാനാണ്? എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. ഈ US ക്യാപിറ്റോൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് US ക്യാപിറ്റോൾ പോലീസ് ഫോഴ്സ് ഉണ്ട്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് പോലീസുകാരുള്ള പോലീസ് ഫോഴ്സ് ഉണ്ട്. they are prepared, they are trained to deal with even terrorist activities. Any mob that is coming to attack with the bombs, they are trained to do that. That's what I was expecting. Because this is so many people coming, definitely there has to be all the preparation from the Capitol Police, from Nancy Pelosi, from Mitch McConnell. They are in charge of Capitol, not Trump. അവരുടെ 3 പേരുടെ കപ്പാസിറ്റിയിൽ നിൽക്കാത്തത്, it should be the DC state, the DC city police. അപ്പൊ ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉള്ള DC city, Capitol Police, Mitch McConnell and Nancy Pelosi. They are the ones who is responsible for that security force. A security force that can even deal with terrorist activities. Terrorists coming with machine guns. അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണിത്. ആ സ്ഥലത്ത് എങ്ങനെ ട്രംപിന്റെ അനുയായികൾക്ക് കയറി പറ്റാൻ പറ്റുന്നു ഇവരൊന്നും അറിയാതെ? So there has to be serious investigation for this. ഇതിനെല്ലാത്തിനും ട്രംപിനെ കുറ്റം പറയാൻ ശരിയാവുന്നത്? ഇന്ത്യയിലിരിക്കുന്ന മീഡിയ വിചാരിക്കുന്നത് ട്രംപിന്റെ US ക്യാപിറ്റോൾ എന്നാണ്. ട്രംപിന് അവിടെ ഒരു ചാർജും ഇല്ല. ഹി ഈസ് നോട്ട് ഇൻ ചാർജ് ഓഫ് ക്യാപിറ്റോൾ. This is controlled by US Congress. There is no federal police there. പിന്നെ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു ക്യാപിറ്റോൾ ബിൽഡിംഗ്, അമേരിക്കൻ പാർലമെന്റ് ബിൽഡിംഗിലേക്ക് ഒരു വലിയ കൂട്ടം ആളുകൾ, ഒരാൾ വലിഞ്ഞു കയറുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കൺവിൻസിങ് ആയിരിക്കും. ഇതൊരു വലിയ കൂട്ടം ആളുകൾ ചെന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. അവര് അവിടെ മുഴുവൻ എന്താണോ ചെയ്യുന്നത് അത് മുഴുവൻ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് നോക്കൂ. അമേരിക്കൻ കോൺഗ്രസ്സിൽ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പുതിയ പ്രസിഡന്റിനെ അംഗീകരിക്കുന്ന
ഒരു 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 സുപ്രധാനമായ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിനവരെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കൂട്ടം അക്രമികൾ കയറി അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇത് വെറും ഒരു യാദൃച്ഛികമായ സംഭവമല്ല എന്ന് തോന്നുന്നത്. അവിടെ ട്രംപ് ഖേദം പ്രകടിപ്പിക്കുന്നില്ല. അതാണ് നേരത്തെ ഷിപ്രേം ആ വാചകം വി ലവ് യു ഓൾ എന്ന് പറയുന്നതിലൂടെ ആ അക്രമകാരികളെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ട്രംപ് പ്രവർത്തിക്കുന്നത്. സമാനമായ വിധത്തിൽ ഇപ്പോൾ താങ്കൾ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് ഈ പാനലിസ്റ്റുകളായ 3 പേരും സ്വാഭാവികമായും താങ്കളോടൊപ്പം നിൽക്കാൻ ഒരു ഒരു ഇച്ഛ കാണിക്കും. പക്ഷേ അത് നമുക്കൊരു ടെലിവിഷൻ ഡിബേറ്റിൽ കാണിക്കാൻ കഴിയില്ലല്ലോ. അവിടെ മിസ്യൂസ് ചെയ്യപ്പെട്ടു ഇന്ത്യൻ ദേശീയ പതാക. അതിൽ താങ്കൾക്കുമില്ല ട്രംപിനെ പോലെ തന്നെ ട്രംപ് അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെ അല്ല ട്രംപ് ചെയ്തത്. വയലൻസ് ഉണ്ടായ ഉടനെ അദ്ദേഹം ആൾക്കാരോട് വീട്ടിൽ പോകാൻ പറഞ്ഞ് ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അത് കാണാത്ത എന്തുകൊണ്ടാണ്? ഈ ട്രംപിനെ ഒരു റേസിസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണ് ഞാൻ അങ്ങനെ കാണുമെന്ന് മാത്രം എനിക്ക് ഇന്നലെ രാവിലെ ഉദിച്ചതോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വന്ന ഒരു ബുദ്ധിയോ അല്ല. ഞാൻ ഈ ട്രംപ് ഭരണകൂടത്തിൽ ആകെ കാണുന്നത് ട്രംപ് ഒരു റേസിസ്റ്റ് ആണ് എന്നും ഒരു വൈറ്റ് സുപ്രീമിസ്റ്റ് ആണെന്നും ഒപ്പം ട്രംപ് ഒരു അമേരിക്കൻ വിരുദ്ധനാണോ എന്നും പോലും കാണുന്ന രീതിയിലാണ് ഞാൻ ആ ട്രംപിനെ മനസ്സിലാക്കുന്നത് കേട്ടോ. എനിക്ക് എന്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റൂ. ഷിപ്രേം ഇതൊരു നികേഷിന് ആ നിഗമനത്തിൽ എങ്ങനെ എത്താൻ പറ്റും? ഇവിടെ ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ വോട്ട്, ആഫ്രിക്കൻ അമേരിക്കൻ വോട്ടിംഗ് പെർസെന്റേജ് increased significantly for Trump from any other Republican president. Indian American voting percentage doubled. Hispanic American voting percentage increased. Muslim voting percentage increased for Trump. How can you say that Trump is a fascist? Trump is a racist? ഞങ്ങൾ ഇവിടുത്തെ അമേരിക്കൻ പീപ്പിളിന് തോന്നാത്തത് ഇന്ത്യയുടെ മീഡിയക്ക് എങ്ങനെ തോന്നുന്നത്? എങ്ങനെ